എന്താ രണ്ടുപേർക്കൊന്നും മിണ്ടണ്ടേ? നീയല്ലേ പറഞ്ഞു ഞാനൊന്നും മിണ്ടരുതെന്ന്, പറയുന്നത് കേട്ടിരുന്നാ മതിയെന്ന്. എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ദേ, നിങ്ങളോട് രണ്ടുപേരോടും കൂടെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ രണ്ടും ഒരുമിച്ച് ജീവിക്കുന്ന കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, ആ കുഞ്ഞിനെ ഓർത്തിട്ടാ. ആ കുഞ്ഞിനെ ഓർത്തിട്ട് തന്നെയാണ് ഞാൻ പിന്നെ ഇവിടെ വന്നത്. നിനക്കൊരു കാര്യം അറിയോ? കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സമാധാനം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണല്ലോ എനിക്ക് മനസ്സമാധാനവും സന്തോഷമൊന്നും ഇല്ലാണ്ടായത്. പ്രേമിച്ച് കഴിഞ്ഞപ്പോൾ യാതൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. അതെ, കല്യാണം കഴിഞ്ഞ് കയറി വരുന്ന ഏതൊരു പെണ്ണിനും ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാ. ചിലർ പിടിച്ചു നിൽക്കും, ചിലർ തുറന്നു പറയും. നിന്റെ പറത്തിൽ കേട്ടാത്തൊന്നും കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്താ ജീവിക്കുന്നേ. എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇവക്ക് മാത്രമല്ല ഇങ്ങനെ പറയാൻ ന്യായങ്ങൾ. എന്നെ ആരും ന്യായം പഠിപ്പിക്കണ്ട. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, ആരും എന്നെ ന്യായം ഒന്നും പഠിപ്പിക്കണ്ട. ഇവിടെ വായിരിക്കുന്ന ഏൽപ്പിക്കണ നീ എന്നെ വിളിച്ചു വരുത്തിയത്. ഇവിടെ ഒരിക്കലും നന്നാവത്തില്ല. നിങ്ങൾ എന്തിനാ അവളുടെ നെഞ്ചത്തോട്ട് കയറുന്നത്? നിനക്കൊരു കാര്യം അറിയോ? ഇയാളുടെ അമ്മ കാരണം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അന്നേ ഞാൻ പറഞ്ഞത് വല്ല വാടക വീട് എടുത്ത് താമസിക്കാമെന്ന്. വാടാക്കാശിന്റെ അച്ഛൻ കൊണ്ട് കൊടുക്കും. എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ അച്ഛന്റെ ഉച്ചി ആ മരമോദയാണ് എന്റെ കയ്യിലിട്ടില്ല. ഈ 5 പവനി ഓഞ്ഞ മോദം കെട്ടി വെച്ചിട്ട് എന്റെ തലേ. അങ്ങനെ എന്റെ കല്യാണം കെട്ടിയോട്ടെ ചവിട്ടി പൊട്ടിക്കും. ഈ പ്രാന്തന്റെ കൂടെ ജീവിക്കണമെന്നാണ് നീ പറയുന്നത്? കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഇത് അനുഭവിച്ചോണ്ട് നിൽക്കുക. ആണടി, നിന്നെ കെട്ടി അന്ന് തുടങ്ങിയ എനിക്ക് ഈ ഭ്രാന്ത്. ഇനി നമുക്ക് കോടതി വെച്ച് കാണാം. നിനക്ക് സമാധാനമായല്ലോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രാന്തന്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പോവാ. ഈ ഒരു കോംപ്രമൈസും ഇല്ല. എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ വയ്യ. എന്തൊരു അഭിനയോ കൊച്ചുകള്ളൻ. എന്റെ പേടി ഇനി വഴക്കം കാണാൻ മാറി നിങ്ങൾ ഒന്നാവോന്നായിരുന്നു. ആശ്വാസായി.